സൗദി ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുകയായിരുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനാവശ്യമായ 34 കോടി രൂപ സ്വരൂപിച്ചിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ആവശ്യമായ പണം കിട്ടിയതായി പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി ഗൂഗിൾ ചേരുകയാണ്. ഗൂഗിൾ, ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ അബ്ദുൾ റഹീമിന്റെ മോചന ദ്രവ്യത്തിനാവശ്യമായ വധശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള 34 കോടി രൂപ സ്വരൂപിച്ചതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞത്. ആദ്യ ദിവസങ്ങളിൽ മന്ദഗതിയിൽ പോവുകയായിരുന്ന ഈ ധനസമാഹരണം ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങൾക്കിടയിലാണ് ഈ രീതിയിൽ ദ്രുതഗതിയിലാവുകയും വളരെ പെട്ടെന്ന് തന്നെ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ സമയത്ത് ഈ 34 കോടി രൂപ സ്വരൂപിക്കുന്ന സമയത്ത് പോലും ഒരുപാട് ആളുകൾ പണം നൽകാൻ വേണ്ടി ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നു. ആ ഹെൽപ്പ് ഡെസ്കിലേക്ക് ആളുകൾ വരികയും അവർ ഈ പണവുമായി വരുന്ന ആളുകളെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ രീതിയിൽ മലയാളി മനസ്സ് അല്ലെങ്കിൽ ഈ പ്രവാസികളുടെ മനസ്സൊക്കെ ഒന്നായി നിന്ന സമയത്ത് 34 കോടി രൂപ എന്ന് പറയുന്ന ആ തുക വളരെ നിഷ്പ്രയാസം ഇവർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളാണ് ഇപ്പോൾ നമ്മോട് കൂടെയുള്ളത്. ഏത് രീതിയിലായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോയത്? ഇതിന് മണ്ഡലം തലത്തിൽ ബേപ്പൂർ മണ്ഡലം തലത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അവർ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാങ്ക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരായിരുന്നു നീക്കിയിരുന്നത്. അതുപോലെ തന്നെ സൗദി ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട് KMCC നേതാക്കളടക്കമുള്ള ആളുകൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രാദേശികമായിട്ട് ഞങ്ങളിവിടെ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ വളരെ ആവേശപൂർവ്വം റഹീമിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദത്തിലായിരുന്നു. അവർ പ്രാദേശികപരമായിട്ടുള്ള പിരിവിനും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ചെറിയ പിഞ്ചു കുട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ പണമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ തന്നെ 1 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ഈ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയായിരുന്നു. ഈ പണം ഈ വലിയൊരു തുകയാണ്. നമ്മൾ ഈ 34 കോടിയൊന്നും ഈ രീതിയിൽ സമാഹരിച്ചൊരു ചരിത്രം നമുക്കില്ല. ഇതിനുമായി രംഗത്തിറങ്ങിയ സമയത്ത് എന്തായിരുന്നു തോന്നിയത്? ഇത് സംഘടിപ്പിക്കാൻ പറ്റുന്ന വിശ്വാസം ഉണ്ടായിരുന്നു? ഇത് വല്ലാത്തൊരു പ്രയാസം നമ്മൾ കണ്ടിനി. 34 കോടിയാണല്ലോ. ആ പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ഇപ്പോൾ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിലാണ് പൈസ അടിച്ചു കയറൽ തുടങ്ങിയത്. അത് വല്ലാത്തൊരു സന്തോഷം തന്നെ. അത് നമ്മുടെ സുഹൃത്ത് റഹീമിനെ സഹായിച്ച ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരള മനസ്സ് അതുപോലെ തന്നെ പ്രവാസികളുടെ മനസ്സ് അവരൊക്കെ തന്നെ കേരളത്തിൽ ജാതി മത ഭേദമന്യേ എന്തൊരു വിഷയം വന്നാലും അത് തങ്ങളുടേതായ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇത്ര വലിയൊരു ക്രൗഡ് ഫണ്ടിങ് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതിലും വലിയ കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ കഴിയുമെന്ന് കേരള മനസ്സും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളും പ്രവാസികളായ ആളുകളും അതിൽ ജാതി മത ഭേദമന്യേ എല്ലാവരുമുണ്ട്. എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ബോച്ച അടക്കമുള്ള ബേബി ചമ്മണ്ണൂരടക്കമുള്ള ആളുകൾ അവരൊക്കെ തന്നെ ഇതിനോളം സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ബ്ലോഗർമാർ, ഒരുപാട് മീഡിയാസ്, നിങ്ങളടക്കമുള്ള മീഡിയാസ് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ട് ഇതിന് നല്ല തരത്തിലുള്ള ഒരു പരസ്യം ലഭിക്കുകയും പരമാവധി ഫണ്ട് എത്തിക്കാൻ അതിലൂടെ സാധിച്ചിട്ടുമുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്ക് ഏകദേശം എത്ര നാളായി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ? നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കാണല്ലോ, ഊണുറക്കവും ഇല്ലാതെ രാപ്പകലില്ലാതെ. എത്ര നാളായി ഇതിൻ്റെ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്? ചുരുങ്ങിയത് ഒരു 1.5 മാസത്തോളം നമ്മളിവിടെ ഊണുറക്കമില്ലാതെ ഓരോ ദിവസവും നൈറ്റ് നമ്മൾ നോയമ്പ് കാലമായിരുന്നല്ലോ, പ്രത്യേകിച്ച് നമ്മളെ ഏരിയയിൽ നോയമ്പ് കാലത്തെ സമയത്ത്. അപ്പോൾ ഈ നോയമ്പ് കാല ടൈമിന് നമ്മൾ രാത്രിയിൽ ചുരുങ്ങിയത് 2-2:30 വരെയൊക്കെ ഇവിടെ നിന്ന് നമ്മൾ ഓരോ പ്ലാനുകൾ ചെയ്യുമായിരുന്നു. കാരണം നാളെ എന്ത് ചെയ്യും, നമ്മൾ തുടങ്ങി നമ്മളൊരു 10-15 ദിവസം വരെ 2 കോടി രൂപേൻ്റെ അടുത്ത് നമ്മളെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇനി അന്ന് മുതൽ നമ്മൾക്ക് ടെൻഷനായിരുന്നു ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ. അപ്പോൾ നമ്മൾ പിറ്റേന്ന് എന്ത് ചെയ്യണം, അങ്ങനെ ഓരോ ദിവസവും ഓരോ പ്ലാനിങ് ചെയ്തുകൊണ്ട് ഇവിടെ യുവാക്കൾ നമ്മൾ ഇതേപോലെ തന്നെ ഇവിടുത്തെ കമ്മിറ്റി മൊത്തമായിട്ട് കൂടി നിന്ന് ഇങ്ങനെ ആലോചിച്ച് ഓരോ തീരുമാനങ്ങൾ പിറ്റേന്നേക്ക് എടുക്കും. അത് തീരുമാനം നടപ്പിലാക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോ, അതേപോലെ ബസ്, മറ്റേ മീഡിയാസുകൾ എല്ലാവരും നമ്മൾ എങ്ങനെയൊക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ കഴിയും, ഇതെങ്ങനെ പൊതുസമൂഹത്തിൽ സ്പ്രെഡാക്കിയിട്ട് നമുക്ക് നമ്മൾ ഈ ക്യാഷ് സംഘടിപ്പിക്കാൻ സാധിക്കും എന്നുള്ള പല ഇതിലും ആരാഞ്ഞിട്ട് ഈ മേൽ കമ്മിറ്റിയുമായി ചർച്ച ചെയ്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു 1.5 മാസത്തോളമായി ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ പൈസ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് കാണുന്നത് ഈ പൈസയുമായി വരുന്ന ആളുകളെ മടക്കി അയക്കുന്നത്, അതായത് പൈസ ആയി എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എല്ലാ മനുഷ്യ നന്മ സുമനസ്സുകൾക്കും
നമ്മൾ നാട്ടുകാരെന്ന നിലയ്ക്ക് കൈകൂപ്പുകയാണ്. ഇതല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗമില്ല നിങ്ങളോട് ഇനി പറയാൻ, നിങ്ങൾ സഹായിച്ചതിൻ്റെ പേരിൽ. നമ്മൾ ഇനി എന്താണെന്ന് പറയാനുള്ള നമുക്ക് വാക്കുകളില്ല. നമ്മളെ റഹീം ഖാനെ രക്ഷിച്ചതിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതല്ലാതെ നമുക്ക് വേറെ വാക്കുകളില്ല ഇനി പറയാൻ. ഈ പ്രതികരണം വളരെ വൈകാരികവും സന്തോഷവും ഒക്കെ നിറഞ്ഞതാണ്. ഈ വീടിൻ്റെ അന്തരീക്ഷമൊക്കെ ഇന്നലത്തെയോ അല്ലെങ്കിൽ മിനിയാന്നത്തെയോ ഒന്നും ഒരു അന്തരീക്ഷമല്ല. വീടിൻ്റെ ചുറ്റുമുള്ള അന്തരീക്ഷമൊക്കെ ആകെ മാറി. ആ ഉമ്മ ഇപ്പോൾ കരയുന്നുണ്ടെങ്കിലും, റഹീമിൻ്റെ ഉമ്മ കരയുന്നുണ്ടെങ്കിലും അത് സന്തോഷക്കണ്ണീരാണ്. ഈ രീതിയിൽ നാട്ടുകാരൊക്കെ ഒന്നാകെ മാസങ്ങളോളം എടുത്ത് അല്ലെങ്കിൽ ഒരു ജീവന് വേണ്ടി മാസങ്ങളോളം ശ്രമിച്ച പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് 34 കോടി രൂപ സമാഹരിച്ചിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ ആഴ്ചകൾക്ക് അകം തന്നെ റഹീം ഇന്ത്യയിലേക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ ആ സന്തോഷത്തിലാണ് ഇവിടെ എല്ലാവരും ഇവിടെ ഇപ്പോൾ ഉള്ളത്. ആ സന്തോഷം തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത്. ദേവിക, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 18 വർഷമായി സൗദി ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുകയായിരുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനാവശ്യമായ 34 കോടി രൂപ സ്വരൂപിച്ചിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ആവശ്യമായ പണം കിട്ടിയത്. നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആപാലവൃതം വരുന്ന ജനസമൂഹം, അവർ നെഞ്ചേറ്റിയ ഒരു വലിയ ദൗത്യമാണ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. അവർ ജാതിമത ചിന്തകൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിലേക്ക് നമുക്ക് ഇത്രയും എളുപ്പത്തിൽ വഴിവെക്കാനുണ്ടായ കാരണം. ഓട്ടോറിക്ഷ മുതൽ കുടുംബശ്രീ മുതൽ അയൽക്കൂട്ടം മുതൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഈ സഹായത്തിന് 34 കോടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദയവ് ചെയ്ത് ആരും പണമായിട്ട് ഇനി വരരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 1 മണിക്കൂർ മുമ്പേയുള്ള കണക്ക് പ്രകാരം 31,46,568 രൂപ, 31,93,46,568 നേരിട്ട് എത്തിച്ചിട്ടുള്ള ഇങ്ങോട്ട് എത്തിച്ച പണം 2,52,00,000 രൂപയുമുണ്ട്. ഇത് 1 മണിക്കൂർ മുമ്പേയുള്ള ബാങ്ക് അക്കൗണ്ടും ഈ നിമിഷം വരെയുള്ള പണമായി ഏൽപ്പിച്ചവരുടെയും കണക്കാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ 1 കോടി രൂപ ഉൾപ്പെടെയാണ് ഈ തുക.